Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടോന്താറിലെത്തി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടോന്താറിലെത്തി. രാവിലെ 11 മണിയോടെ പ്രത്യേക വിമാനത്തിലാണ് രാഹുൽ കണ്ണൂരിലെത്തിയത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. സമാന രീതിയിലുള്ള തട്ടിപ്പ് പയ്യന്നൂരിലും. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമാൻ ഗോൾഡ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിച്ചെന്നാണ് പരാതി. നിക്ഷേപകർ പരാതിയുമായെത്തി അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയായി CMP നേതാവ് സുധീഷ് കടന്നപ്പള്ളി മത്സരിക്കും. രാമന്തളി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിലെ ട്രാഫിക് ബോർഡുകൾ കാടുമൂടി അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന പരാതി വ്യാപകമാകുന്നു. പഴയ ദേശീയപാതയിലെ പാലത്തര ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ MP രാജ്മോഹൻ ഉണ്ണിത്താന് നിവേദനം നൽകി. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ പ്രദേശവാസികളുടെ ദുരിതം MP-യെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ. കോവിഡിലും ദീപാവലിയെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. രുചിയേറും ദീപാവലി മധുര പലഹാരങ്ങളുമായി നഗരങ്ങളിലെ മധുര കടകളും ഒരുങ്ങിക്കഴിഞ്ഞു. വാർത്തകൾ വിശദമായി. AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ KC വേണുഗോപാലിന്റെ മാതാവിന്റെ നിര്യാണത്തെ തുടർന്ന് അനുശോചനം നേരിട്ടറിയിക്കാനായി രാഹുൽ ഗാന്ധി കണ്ടോന്താറിലെ വസതിയിലെത്തി. രാവിലെ 11 മണിയോടെയാണ് രാഹുൽ ഗാന്ധി കണ്ടോന്താറിലെ തറവാട്ടു വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് KC വേണുഗോപാൽ MPയുടെ മാതാവ് ജാനകിയമ്മ മരണപ്പെട്ടത്. KC വേണുഗോപാലിന്റെ അമ്മയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാനാണ് രാവിലെ 9ഓടെ പ്രത്യേക വിമാനത്തിൽ രാഹുൽ ഗാന്ധി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. രാഹുൽ ഗാന്ധിയെ K സുധാകരൻ MPയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് 11 മണിയോടെയാണ് അദ്ദേഹം KC വേണുഗോപാലിന്റെ കണ്ടോന്താറിലെ വീട്ടിലെത്തിയത്. തുടർന്ന് KCയുടെ മാതാവ് ജാനകി അമ്മയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. Excuse me, please.
KC വേണുഗോപാലിനെയും കുടുംബങ്ങളെയും സ്വാന്തനിപ്പിച്ചു. തുടർന്ന് വീട്ടിലെ ഓഫീസ് മുറിയിൽ ഇരുവരും ചേർന്ന് സ്വകാര്യ സംഭാഷണം നടത്തി. അമ്മയുമൊത്തുള്ള ഓർമ്മകൾ KC രാഹുൽ ഗാന്ധിയുമായി പങ്കുവച്ചു. 1 മണിക്കൂറോളം വീട്ടിൽ സഹപ്രവർത്തകനോടൊപ്പം ചെലവഴിച്ച രാഹുൽ 12 മണിയോടെ മടങ്ങുകയും ചെയ്തു. രാവിലെ 9 മണിയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം റോഡ് മാർഗമാണ് കണ്ടോന്താറിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് BV ശ്രീനിവാസ്, PC വിഷ്ണുനാഥ്, സതീശൻ പാച്ചേനി, KS ശബരിനാഥൻ MLA തുടങ്ങിയ നേതാക്കളും രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചു. ബുധനാഴ്ച വൈകുന്നേരം മുതൽ തന്നെ കണ്ടോന്താറും വീടും പരിസരവും കടുത്ത സുരക്ഷാ സംവിധാനത്തിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കാണാം ജനവിധി 2020. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ TV സുഭാഷിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. ജില്ലയിൽ സമാധാനപരവും സുഗമവുമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സാധ്യമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഓൺലൈനായി നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. എല്ലാ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഹരിത പെരുമാറ്റച്ചട്ടങ്ങൾക്കൊപ്പം കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന സവിശേഷത കൂടിയുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ ഫലപ്രഖ്യാപനവും വിജയാഹ്ലാദവും വരെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കണം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് 16 നോഡൽ ഓഫീസർമാരെ ഇതിനകം നിയമിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിന് വരണാധികാരിയായ ജില്ലാ കളക്ടറുടെയും ഉപവരണാധികാരിയായ ADM-ന്റെയും നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ 2 ഇടങ്ങളിലായി സൗകര്യമൊരുക്കും. കോവിഡ് പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കേണ്ടതിനാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പത്രിക സമർപ്പിക്കാനെത്തുന്നവരുടെ സൗകര്യം പരിഗണിച്ചും സ്ഥാനാർത്ഥികൾക്ക് സമയക്രമം നിർണയിച്ചു നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സുതാര്യവും സമാധാനപരവുമാക്കുന്നതിന്റെ ഭാഗമായി പ്രശ്നബാധിത ബൂത്തുകളിൽ സാധ്യമായിടങ്ങളിൽ വെബ് കാസ്റ്റിംഗും അല്ലാത്ത സ്ഥലങ്ങളിൽ വീഡിയോ കവറേജും ഏർപ്പെടുത്തും. ഇതിനു പുറമെ ഏതെങ്കിലും ബൂത്തിൽ വീഡിയോ കവറേജ് വേണമെന്നാവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചെലവിൽ അത് ഏർപ്പാടാക്കുന്നതിനുള്ള സൗകര്യം ഇത്തവണ ഒരുക്കും. പത്രികാ സമർപ്പണ വേളയിൽ സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കുന്ന തുക പരമാവധി ട്രഷറി വഴി നൽകാൻ ശ്രമിക്കണമെന്നും പണം നേരിട്ട് നൽകുന്നത് ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കോവിഡ് പോസിറ്റീവായവർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും പോസ്റ്റൽ വോട്ടിന് സൗകര്യമൊരുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയായി CMP നേതാവ് സുധീഷ് കടന്നപ്പള്ളി മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം എടാട്ട് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് സ്വാതന്ത്ര്യ സമര സേനാനി അടുക്കാടൻ കുഞ്ഞിരാമന്റെ സഹധർമ്മിണി MPV പാർവതിയമ്മയുടെ ഭവനത്തിൽ നിന്നും ആരംഭിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയായി CMP നേതാവ് സുധീഷ് കടന്നപ്പള്ളി മത്സരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണം വ്യാഴാഴ്ച രാവിലെ എടാട്ട് കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് വെച്ച് ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി എടാട്ട് അടുക്കാടൻ കുഞ്ഞിരാമന്റെ സഹധർമ്മിണി MPV പാർവതിയമ്മയുടെ അനുഗ്രഹത്തോടെയാണ് സുധീഷ് കടന്നപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. പാർവതിയമ്മ സ്ഥാനാർത്ഥിയെ ഷാലണിയിച്ച് ആദ്യ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈമാറി. തുടർന്ന് UDF നേതാക്കളായ K വിജയൻ, CA അജീർ എന്നിവർ സ്ഥാനാർത്ഥിയെ ഷാലണിയിച്ചു. എടാട്ട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് CMP നേതാവ് CA അജീർ ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വീട് കയറിയുള്ള പ്രചരണവും ആരംഭിച്ചു. UDFന്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കുഞ്ഞിമംഗലം ഡിവിഷൻ
പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനത്തിന് ഞങ്ങളിതിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ മറ്റ് 23 ഡിവിഷനുകളിലും അതിൻ്റെ പ്രഖ്യാപനവും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനവും നടന്നു വരുന്നത്ര ഏറ്റവും ഒരുപടി മുന്നിൽ കുഞ്ഞിമംഗലം ഡിവിഷനായിട്ട് ഇപ്പോൾ നമ്മളിന്ന് പ്രവർത്തനം രാവിലെ തന്നെ അവിടുന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെയേറെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പതിറ്റാണ്ടുകളായി CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കൈകളിലുള്ള ഈ മണ്ഡലം നമുക്കറിയാം പല വികസനത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ പിന്നോട്ട് നിൽക്കുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കൊടിനിറം നോക്കി വികസനം കൊടുക്കുന്ന ഒരു പതിവ് ശൈലി ഈ ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPM നടത്തിവരുന്ന കുറേ വർഷങ്ങളാണ് നമ്മൾ ഈ ഡിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെല്ലാം ഒരു മാറ്റം നമുക്ക് ഏറ്റവും നല്ല ഉത്തേജനം നൽകുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെയും ഒട്ടനവധി പ്രദേശങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏറെ ആവേശം തരുന്ന ഒരു കാര്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന യോഗം പിലാത്തറയിൽ നടന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി യോഗം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ശ്രദ്ധയും അംഗീകാരവും ജനപ്രീതിയും നേടിയെടുത്ത ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും നടക്കുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് എന്നും എക്കാലവും ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം അറിയാവുന്നതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം മാത്രം നിന്നിട്ടുള്ള, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മാത്രം അംഗീകരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ചെറുതാഴം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന യോഗം പിലാത്രയിൽ നടന്നു. മുതുവടത്ത് ബാലകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ് MLA, ഏരിയ സെക്രട്ടറി K പത്മനാഭൻ, IV ശിവരാമൻ, PP ദാമോദരൻ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റായി മുതുവടത്ത് ബാലകൃഷ്ണനെയും സെക്രട്ടറിയായി CM വേണുഗോപാലനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. രാമന്തളി ലീഗ് സൗധത്തിൽ സംഘടിപ്പിച്ച പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM ലത്തീഫ് പ്രഖ്യാപനം നടത്തി. രാമന്തളി പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളായി 1-ാം വാർഡിൽ മോണങ്ങാട്ട് മൊയ്തു, 2-ാം വാർഡിൽ PM ഷുഹൈബ ടീച്ചർ, 3-ാം വാർഡിൽ KV ആബിദ, 9-ാം വാർഡിൽ KC മുസ്തഫ, 10-ാം വാർഡിൽ അബ്ദുൽ ഖാദർ KC, 11-ാം വാർഡിൽ അബ്ദുൽ അസീസ് പക്കാൻ, 12-ാം വാർഡിൽ C ജയരാജൻ, 15-ാം വാർഡിൽ KP രാജേന്ദ്രകുമാർ എന്നിവരാണ് മത്സരിക്കുന്നത്. രാമന്തളി ലീഗ് സൗധത്തിൽ സംഘടിപ്പിച്ച പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM ലത്തീഫ് പ്രഖ്യാപനം നടത്തി. ജനറൽ സെക്രട്ടറി KC അബ്ദുൽ ഖാദർ, AOP ഹമീദ്, കക്കുളത്ത് അബ്ദുൽ ഖാദർ, PK ബഷീർ, KC അഷറഫ്, PP മുഹമ്മദ് അലി, KC മുസ്തഫ, P ഹമീദ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ PK ഷബീറിനെ ചുമതലയേൽപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. തെരഞ്ഞെടുപ്പിന് തിരശീല ഉയർന്നതോടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾ പൊടിതട്ടി വൃത്തിയാക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. 10 മാസമായി മേഖലയിൽ ജോലി ഇല്ലാതായതോടെ പലരും മറ്റു ജോലികൾക്ക് പോയി തുടങ്ങിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവരൊക്കെ പഴയ ജോലിയിലേക്ക് തിരികെ വരാനുള്ള ഒരുക്കത്തിലാണ്. കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധികളിൽ തളർന്നെങ്കിലും തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളിലാണ് ഉടമകളും തൊഴിലാളികളും. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികൾക്കൊപ്പം ഒരുക്കങ്ങൾ നടത്തുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയ്ക്ക് ഇനി 2 മാസത്തോളം തിരക്കാവും. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപന ഉടമകളും തൊഴിലാളികളും ദുരിതത്തിലായത്. ഉത്സവങ്ങളും പെരുന്നാളുകളും പൊതുയോഗങ്ങളുമെല്ലാമുള്ള മാസത്തിൽ തന്നെ അപ്രതീക്ഷിത പ്രഹരമാണ് മേഖലയ്ക്കുണ്ടായത്. പ്രതിസന്ധികളിൽ നിന്നുള്ള താൽക്കാലിക രക്ഷയെന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിനെ പലരും നോക്കിക്കാണുന്നത്. പൊതുപരിപാടികൾ കുറയുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിലയിരുത്തൽ. പരസ്യപ്രചരണങ്ങൾക്കും പ്രചാരണ വാഹനങ്ങൾക്കുമായിരിക്കും ഇത്തവണ ആവശ്യക്കാരേറുന്നത്. എങ്കിലും തെരഞ്ഞെടുപ്പിനായുള്ള നിർദ്ദേശങ്ങൾ വന്നെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായി പറയാൻ കഴിയൂ. ഇത്തവണ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് സാധ്യത കൂടുതലായതിനാൽ അനൗൺസ്മെന്റ് മേഖലയിലുള്ളവരും പ്രതീക്ഷ കൈവെടിയുന്നില്ല. പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. കോവിഡ് കാല പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലുള്ളവർ. പലർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വർക്കുകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. 5-8 മാസങ്ങളായി
നമ്മളെ മേഖലയിൽ തൊഴിലില്ലാത്തൊരവസ്ഥയാണ് ഉള്ളത്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി തൊഴിൽ വീണ്ടും തുടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയുള്ള മേക്കുകളും എല്ലാം നമ്മൾ സജ്ജീകരിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും പ്രചാരണവുമായി ബന്ധപ്പെട്ട ജോലികൾ പൂർണ്ണതോതിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇത്തവണ ഓൺലൈൻ പ്രചാരണങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൃത്യമായി വന്നെങ്കിൽ മാത്രമേ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാകൂ. പൊതുപരിപാടികൾക്ക് നിയന്ത്രണങ്ങളുള്ളതിനാൽ പ്രചാരണ വാഹനങ്ങൾക്കാവണം ഇത്തവണ ആവശ്യക്കാരേറുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ വരാൻ കാത്തിരിക്കുകയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ജീവനക്കാരും ഉടമസ്ഥരും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോം, നെറ്റ്വർക്ക് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കമറുദ്ദീനെതിരായ കേസ് റദ്ദാക്കാനാകില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കമറുദ്ദീനാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് സർക്കാർ നിലപാട്. ജ്വല്ലറിയുടെ പേരിൽ നടത്തിയത് വ്യാപക തട്ടിപ്പാണ്. നിരവധി ആളുകളുടെ പണം നഷ്ടമായിട്ടുണ്ട്. തട്ടിയെടുത്ത പണം എവിടേക്കാണ് പോയെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ്. ജ്വല്ലറി ഡയറക്ടറായ MC കമറുദ്ദീനും കേസിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്നും വഞ്ചന കേസ് റദ്ദാക്കിയാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയിൽ ഹാജരായ കമറുദ്ദീനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി പരിഗണിച്ചില്ല. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. MLAയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് പയ്യന്നൂരിലും പുതിയ ജ്വല്ലറി തട്ടിപ്പ് കേസ് രംഗത്ത് വരുന്നത്. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമാൻ ഗോൾഡ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിച്ചെന്നാണ് പരാതി. ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിലുള്ളത്. കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി എത്തുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മാസങ്ങളായി അടച്ചുപൂട്ടിയ അമാൻ ഗോൾഡിനെതിരെയാണ് 3 നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഈ 3 പരാതിയിലും കേസെടുക്കുകയും ചെയ്തു. തൃക്കരിപ്പൂർ ഉടുമ്പുതലയിൽ T നൂർദീൻ 2017 ജൂലൈ 9 17 ലക്ഷം രൂപയും, പെരുമ്പയിലെ K കുഞ്ഞലീമ 2016 ഫെബ്രുവരി 9 3 ലക്ഷം രൂപയും, കുഞ്ഞിമംഗലം കൊവ്വപ്പുറത്തെ TP ഇബ്രാഹിംകുട്ടി 2016 ഒക്ടോബർ 31 20 ലക്ഷം രൂപയും നിക്ഷേപമായി നൽകുകയും പ്രസ്തുത തുക തിരിച്ചു കിട്ടിയില്ലെന്നുമാണ് പരാതി ഉയർന്നിട്ടുള്ളത്. പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ രാമന്തളി വടക്കുംപാടെ PK മൊയ്തുഹാജിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്ന് പയ്യന്നൂർ CI പ്രമോദ് അറിയിച്ചു. ജ്വല്ലറിക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചതിന് ശേഷം ആ ജ്വല്ലറി പൂട്ടിപ്പോവുകയാണ്. പല സ്ഥലങ്ങളിലും പല പരാതികളും ഗൾഫിലും മറ്റും ആയതുകൊണ്ട് ഇമെയിലായിട്ടൊക്കെ മറ്റും പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ആ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. നിലവിൽ പയ്യന്നൂരിൽ 3 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പണം വാങ്ങി വഞ്ചിച്ചു എന്നുള്ള പണം വാങ്ങി അവർക്ക് പൈസ ലാഭമോ തിരിച്ചു കൊടുക്കാതെ അവരെ വഞ്ചിച്ചു എന്നുള്ളതിന് ആണ് കേസ് എടുത്തിട്ടുള്ളത്. എത്ര കാലം മുന്നേ പൂട്ടിയിട്ടുണ്ട്? ഇത് 2019 പൂട്ടിയെന്നാണ് ഞങ്ങൾക്ക് ഒരു അന്വേഷണത്തിൽ മനസ്സിലാവുന്നത്. കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. അത് പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ അവരെ കൂടുതൽ ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അന്വേഷണം ഊർജിതമായി നടത്തുന്നുണ്ട്. നിക്ഷേപകരുണ്ടോ ഒരുപാട്? നിക്ഷേപകരെ ഇപ്പം നിലവിൽ നമുക്ക് 6ഓളം ആളുകളെ പരാതികളാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 3 കേസെടുത്തു. മറ്റ് 3 പരാതികളിൽ കുറച്ച് FIR രജിസ്റ്റർ ചെയ്യാൻ ചില സാങ്കേതിക പരാതിയിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവരോട് വീണ്ടും പരാതി ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരത് തരുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുകയാണ്. അനേകം ആളുകൾ വിദേശത്തുള്ളതായിട്ടും പറയുന്നുണ്ട്. കുറേ ആളുകൾക്ക് പണം 6ഓളം ഡയറക്ടർമാരുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾക്ക് പണം തിരിച്ചു കൊടുത്തതായിട്ടും അറിവായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് കൂടുതൽ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. പലരിൽ നിന്നും പണമായും സ്വർണമായും നിക്ഷേപം സ്വീകരിച്ചതിനു ശേഷം ജ്വല്ലറി പൂട്ടിപ്പോവുകയാണുണ്ടായത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫിൽ നിന്നുൾപ്പെടെ പരാതി എത്തുന്നുണ്ട്. നിലവിൽ പയ്യന്നൂരിൽ 3 കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നതായും CI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിലെ ട്രാഫിക് ബോർഡുകൾ കാടുമൂടി അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. കോടികൾ ചിലവഴിച്ച് അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ച പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിലെ ദിശാസൂചകങ്ങൾ കാടുമൂടിയ അവസ്ഥയിലാണ്. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് സമീപവും ഇതുതന്നെയാണ് അവസ്ഥ. ബോർഡുകൾ കാണാത്തത് ഡ്രൈവർമാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളും കാടുമൂടിയ അവസ്ഥയിലാണ്. അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കൊക്കാനിശ്ശേരി മനു ആചാര്യമാരുടെ ദേവസ്ഥാനത്ത് ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളും കാവുകളും കേന്ദ്രീകരിച്ച് അടുത്ത കാലത്ത് മോഷണങ്ങൾ വർദ്ധിച്ചത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. രാവിലെ ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഏകദേശം 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം അധികൃതർ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. സമീപകാലത്ത് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളും കാവുകളും മറ്റും കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ വർദ്ധിച്ചത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഭണ്ഡാരം എടുത്ത് പൊട്ടിപ്പൊളിച്ച് എത്ര പൈസയെല്ലാം എടുത്തിട്ട് പോയി. എത്രാണെന്ന് അറിയില്ല പൈസ. രാവിലെ അടിച്ചു വരാൻ വരുമ്പോൾ അത് കണ്ടത് എല്ലാവരും വിളിച്ച് നമ്മൾ പറഞ്ഞു നോക്കി പൈസേരം കുറേ പോയിട്ടുണ്ട്. പോലീസുകാരെല്ലാം കംപ്ലൈൻറ്റ് കൊടുത്ത് പോലീസുകാർ വന്ന് നോക്കിയിട്ട് പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയ ദേശീയപാതയിലെ പാലത്തര ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ ബോധ്യപ്പെടുത്താൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ MP രാജ്മോഹൻ ഉണ്ണിത്താന് നിവേദനം നൽകി. ഈ പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്ന ദുരിതം പ്രവർത്തകർ MP-യെ ബോധ്യപ്പെടുത്തി. പഴയ ദേശീയപാതയിലെ പാലത്തര ഭാഗത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം അടുത്തിടെ നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടാങ്കർ വാഹനങ്ങൾ നിർത്തിയിടുന്നതും റോഡിലെ എണ്ണമറ്റ കുഴികളുമാണ് പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്. 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വെൽഫെയർ പാർട്ടി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP രാജ്മോഹൻ ഉണ്ണിത്താനെ സന്ദർശിച്ച് അറിയിച്ചു. TK മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീലേശ്വരത്തുള്ള MP-യുടെ വസതിയിലെത്തി നിവേദനം സമർപ്പിച്ചത്. പ്രദേശവാസികൾ പ്രതീക്ഷയോടെയാണ് നെറ്റ്വർക്ക് വാർത്തയെയും MP-യെ സന്ദർശിച്ചതും നോക്കിക്കാണുന്നത്. തികച്ചും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 450 മീറ്റർ നീളം മാത്രമുള്ള ഈ റോഡ് ടാറിങ് ചെയ്യാൻ വേണ്ടി 15 ലക്ഷം രൂപ മാത്രമാണ് ചെലവ് വരുന്നത്. അധികൃതർ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഈ ഒരു പദ്ധതി വളരെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് മാത്രം ഉപേക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ്. ഈ ദുരവസ്ഥ മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഈ അധ്യയന വർഷം സ്കൂളുകൾ ചെലവ് മാത്രമേ ഫീസായി ഈടാക്കാവൂ എന്ന് ഹൈക്കോടതി ഉത്തരവ്. കോവിഡ് പശ്ചാത്തലത്തിൽ ഫീസ് ഇളവ് തേടി വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും നൽകിയ 6 ഹർജികളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചത്. ഈ ഹർജികളിൽ പരാമർശിക്കുന്ന അൺഎയ്ഡഡ് CBSE ICSE സ്കൂളുകൾ കൃത്യമായ ചെലവ് 17-നകം അറിയിക്കണം. ഈടാക്കാവുന്ന ഫീസ് ഇതനുസരിച്ചു തീരുമാനിക്കും. സ്കൂളുകൾ യഥാർത്ഥ ചെലവിനേക്കാൾ കൂടുതൽ തുക വിദ്യാർത്ഥികളിൽ നിന്ന് വാങ്ങില്ലെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് കോടതി പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിച്ചു. സ്കൂൾ നടത്തിപ്പ് വഴി നേരിട്ടോ അല്ലാതെയോ ലാഭമുണ്ടാകരുത്. വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സൗകര്യങ്ങൾക്ക് ആനുപാതികമാണോ ഫീസ് എന്ന് വിലയിരുത്താൻ കോടതി നേരത്തെ ഫീസ് ഘടനയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ട്യൂഷൻ ഫീ, സ്പെഷ്യൽ ഫീ എന്നിങ്ങനെ ഈടാക്കുന്ന തുക സംബന്ധിച്ചും ചോദിച്ചിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഫീസ് കുറച്ചെന്നായിരുന്നു സ്കൂളുകളുടെ മറുപടി. ചില സ്കൂളുകൾ പ്രവർത്തന വിശദാംശങ്ങളും നൽകി. എന്നാൽ വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടാണ് ഓരോ സ്കൂളും കൃത്യമായ ചെലവ് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ മാലാപ്പിൽ കാട്ടുമൃഗങ്ങൾ വിളകൾ നശിപ്പിക്കുന്നു. 1000-ഓളം കപ്പകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കർഷകർക്ക് വിനയാകുന്നതായി പരാതി വ്യാപകമാകുന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം കർഷകർക്ക് വിനയാകുന്നു. കരിവെള്ളൂർ മാലാപ്പിൽ CPIM മാലാപ്പ് ഈസ്റ്റ് ബ്രാഞ്ചിന്റെയും കർഷക സംഘം മാലാപ്പ് ഈസ്റ്റ് യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് ഇവിടെ കപ്പ കൃഷി നടത്തിയത്. 1500-ഓളം മൂട് കപ്പകൾ ഇവിടെ നട്ടിരുന്നു. കിഴങ്ങ് വളർന്നതോടെ കാട്ടുമൃഗങ്ങളെത്തി കൃഷി നശിപ്പിക്കുകയായിരുന്നു.
കപ്പയുടെ പകുതിയിലേറെയും നശിപ്പിച്ചു കഴിഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്ത കപ്പ നശിച്ചത് തങ്ങളിൽ ഏറെ നിരാശയുളവാക്കിയതായി കൃഷി ചെയ്തവരിൽ ഒരാളായ രാജീവൻ പറയുന്നു. 1000-1500 കപ്പ കൃഷിയാണ് ഇവിടെ നടത്തിയിരുന്നത്. അതിൽ പകുതിയോളം കാട്ടുമൃഗങ്ങൾ പന്നിയും അതുപോലെ തന്നെ മുള്ളംപന്നിയും എല്ലാം കൂടി നശിപ്പിച്ചിരിക്കുകയാണ്. കൃഷി ഓഫീസർ ജയരാജൻ നായർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ ദിവസം ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് 725 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ 81 പേരാണ് വിവിധ ആശുപത്രികളിലും വീടുകളിലുമായി ചികിത്സയിൽ കഴിയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും രോഗവ്യാപനത്തെ പ്രതിരോധിക്കാൻ നല്ല ജാഗ്രത തുടരേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും നടത്തിയ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുവടുപിടിച്ച് പയ്യന്നൂരിൽ മികച്ച രീതിയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. പയ്യന്നൂർ MLAയും 44 വാർഡുകളിലെ കൗൺസിലർമാരും നിരീക്ഷണ സമിതികളുടെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം നൽകി. നഗരസഭാ പരിധിയിലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് 3 ആരോഗ്യ സ്ഥാപനങ്ങൾ വഴിയാണ്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, പഴയങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, മുത്തത്തി അർബൻ PHC എന്നിവയാണവ. ഈ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ VP മോഹന്റെ നേതൃത്വത്തിൽ 26 JHI JPHന്മാരും 68 ആശാവർക്കർമാരും ഫീൽഡ് തല പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടത്തി. നഗരസഭാ സെക്രട്ടറി KR അജിയുടെയും ഹെൽത്ത് ഇൻസ്പെക്ടർ സുബൈറിന്റെയും നേതൃത്വത്തിൽ നഗരസഭാ ജീവനക്കാർ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. കണ്ടോത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും കാനായി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് MC പ്രമോദിന്റെ നേതൃത്വത്തിൽ പോലീസ് സേനയും തഹസിൽദാർ K ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ റവന്യൂ വിഭാഗവും ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ച് പരിശോധനകൾക്ക് ചുമതലപ്പെടുത്തിയ സെക്ടർ മജിസ്ട്രേറ്റുമാരായ PV സുകുമാരൻ, മോഹൻരാജ് NK, വാർഡ് ചുമതലയുള്ള അധ്യാപകർ എന്നിവർ ഭംഗിയായി പ്രവർത്തനങ്ങൾ നടത്തിവന്നു. പയ്യന്നൂരിലെ പ്രബുദ്ധമായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലമുള്ള പൊതുസമൂഹത്തിന്റെ പിന്തുണയും വലിയ പ്രയാസങ്ങൾക്കിടയിലും വ്യാപാരി സമൂഹവും തൊഴിലാളി വിഭാഗങ്ങളും നൽകിയ പിന്തുണയും അതിശക്തമായതുകൊണ്ടാണ് രോഗവ്യാപനത്തെ പ്രതിരോധിക്കാൻ സാധിച്ചത്. മാധ്യമപ്രവർത്തകർ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി. വിവിധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളും ഗ്രന്ഥാലയങ്ങളും ക്ലബ്ബുകളും സന്നദ്ധ വളണ്ടിയർമാരും കുടുംബശ്രീ പ്രവർത്തകരും പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. കോവിഡ് കാലത്ത് 50,000-ലധികം വരുന്ന ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത കമ്മ്യൂണിറ്റി കിച്ചണും 1258 അതിഥി തൊഴിലാളികളെ സംരക്ഷിച്ചു നിർത്താൻ നടത്തിയ പ്രവർത്തനങ്ങളും മികവോടെ നടത്താൻ സാധിച്ചു. നിലവിലുള്ള നഗരസഭാ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതോടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്നതുവരെ നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 3-അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ് ഇനി മുതൽ ദൈനംദിന ഭരണകാര്യങ്ങളുടെ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുവത്തൂർ ചീമേനി ഭീമനടി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഈ റോഡ് 5 പ്രധാന റോഡുകളെ ബന്ധിപ്പിക്കുന്നത് കൂടിയാണ്. ചെറുവത്തൂർ ചീമേനി ഭീമനടി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോൾ ഏറെ നാളുകളായി ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കാണ് അറുതിയാവുന്നത്. 50 കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡ് ചെറുവത്തൂർ, കയ്യൂർ ചീമേനി, പിലിക്കോട്, ഈസ്റ്റളേരി, വെസ്റ്റളേരി എന്നീ 5 പഞ്ചായത്തുകളെയാണ് ബന്ധിപ്പിക്കുന്നത്. ചെറുവത്തൂർ മുതൽ ചീമേനി വരെ 7 മീറ്റർ വീതിയിലാണ് മെക്കാഡം ടാറിംഗ് നടത്തുക. പിന്നീട് 5.5 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ചീമേനി, ചാനടുക്കം, പെരുമ്പട്ട, കടുമേനി, നല്ലോമ്പുഴ, പാലാവയൽ, ഓടക്കൊല്ലി, ചിറ്റാരിക്കാൽ, നർക്കിലക്കാട്, ഭീമനടി എന്നീ പ്രദേശങ്ങളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. 98 കോടി 8 ലക്ഷം രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവുക. 48 കിലോമീറ്റർ ഡ്രൈനേജ് ചെയ്യും. 44 പുതിയ കലുങ്കുകളും 37 പഴയ കലുങ്കുകളുടെ പുനർനിർമ്മാണവും ഇതിൽപ്പെടുന്നു. പ്രധാന ടൗണുകളിൽ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിക്കും. ആവശ്യമായ എല്ലായിടത്തും ഗതാഗത ചിഹ്നങ്ങൾ ഉണ്ടാകും. ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ നാടിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. പയ്യന്നൂരിലെ മുനിസിപ്പൽ ചെയർമാനായി കാലാവധി വിജയകരമായി പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിനെ റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ ആദരിച്ചു. പ്രസിഡന്റ് RTN സിയാലി സൈനുദ്ദീൻ പൊന്നാട അണിയിച്ചു. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി വന്നെത്താനിരിക്കെ ഏവരും ദീപാവലിയെ വരവേൽക്കാനൊരുങ്ങി. രുചിയേറും ദീപാവലി സ്പെഷ്യൽ മധുര പലഹാരങ്ങളുമായി നഗരങ്ങളിലെ മധുര കടകളും ഒരുങ്ങിക്കഴിഞ്ഞു.
ദീപങ്ങളുടെ ഉത്സവം എന്നതിനപ്പുറം രസമൂറും മധുരപലഹാരങ്ങളുടെ ആഘോഷം കൂടിയാണ് ദീപാവലി. ഒരു കൈയിൽ തെളിഞ്ഞു കത്തുന്ന മൺചിരാതും മറുകൈയിൽ മധുരവുമില്ലാതെ ദീപാവലിയെ സങ്കല്പിക്കാൻ പോലുമാകില്ല. ഈ രണ്ട് പ്രതീകങ്ങൾ തന്നെയാണ് വ്യത്യസ്ത ആചാരൈതിഹ്യങ്ങൾ പുലർത്തുന്ന സമൂഹങ്ങളെ ദീപാവലി ആഘോഷിക്കാൻ ഒരുമിച്ച് ചേർക്കുന്നതും. കൊതിയൂറും മധുരം നാവിൽ അലിയിച്ചെടുക്കുന്ന ഓർമ്മകളാണ് ദീപാവലി പകർന്നു തരിക. അതിനായി മധുരപ്പെട്ടികളുമായി നഗരത്തിലെ ബേക്കറികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ദീപാവലിയെ വരവേൽക്കാൻ പേടയും ലഡുവും ബർഫിയുമൊക്കെ മധുരക്കടകളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ലഡു, ജിലേബി എന്നിവയ്ക്ക് പുറമെ മൈസൂർ പാക്ക്, ബർഫി, കേസർ പേട, ജംഗിരി, ബദാംപൂരി, ബാദുഷ, ഹൽവ ഉൾപ്പെടെയുള്ള മധുരപലഹാരങ്ങൾ ബേക്കറികളിൽ നിരന്നു കഴിഞ്ഞു. ഇവയ്ക്കെല്ലാം കൂടുതൽ ആവശ്യക്കാരുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. സാധാരണഗതിയിൽ എല്ലാ വർഷവും ദീപാവലി ആഘോഷം നമ്മുടെ ഈ പയ്യന്നൂർ പ്രദേശത്ത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസിൽ ഉള്ളൊരു നാടായതുകൊണ്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഇത്തവണ അത് എങ്ങനെയാണെന്ന് പറയാം, ദീപാവലി ആഘോഷം തന്നെ ഇല്ല എന്ന് പറയാം. എങ്കിലും കൂടിയിട്ട് കുറച്ചും കൂടി ഇപ്പം നേവൽ അക്കാഡമി, CRPF ക്യാമ്പ്, അവിടെയുള്ള നേവിക്കാർക്കും CRPക്കാർക്കും പുറത്തിറങ്ങാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ക്വാറന്റൈനിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അകത്തേക്ക് ഓർഡർ ഉണ്ട്, അകത്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഓർഡർ ഉണ്ട്. അപ്പോൾ മോശമില്ലാണ്ട് കച്ചവടം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു ആഘോഷമൊന്നും ആയിട്ടുണ്ടാവില്ല. അവിടെ ആഘോഷം ഇല്ലെങ്കിലും കൂടിയിട്ട് ഓർഡർ പ്രകാരം നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു മോശമാവില്ല. പക്ഷേ സ്വീറ്റ്സ് പറഞ്ഞാൽ ഇപ്പം പേട, ബർഫി, ബാദുഷ, ബദാംപൂരി, ലഡു, ഡ്രൈ ഫ്രൂട്ട്സ് ലഡു, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ലഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ബോക്സിലാക്കിയിട്ടാണ് ഒരാൾ പറയുക. അപ്പോൾ ജാങ്കരി പോലത്തെ, ഇപ്പോൾ ജാങ്കരി ഇപ്പം നാളെ തന്നെ ഒരു 8000 കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഓർഡറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് കുറച്ച് അത് ഇങ്ങനെയുള്ള ഇതില്ലോണ്ടാന്ന് ഇത്രയും നോർത്ത് ഇന്ത്യ വടക്കേ ഇന്ത്യക്കാർ നമ്മുടെ നാട്ടിൽ ഇല്ലോണ്ടാന്ന് അത്രയെങ്കിലും ഉണ്ടായത്. ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ദീപാവലി പറഞ്ഞാൽ നമ്മളെ ഓർമ്മയിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥയില്ല. ഇപ്പോൾ ക്രിസ്മസ് ഇപ്പം വരാൻ വേണ്ടി പോകുന്ന ബേക്കറിക്കാരുടെ സ്ഥിതി എന്താണെന്നില്ലാരും അത് കണ്ടറിയണം. ഏതായാലും എല്ലാ പലഹാരങ്ങളുടെയും ഓരോ പീസുകൾ അടങ്ങിയ അസോർട്ടഡ് ബോക്സുകൾക്കാണ് ആവശ്യക്കാരേറെയും. ഉത്തരേന്ത്യൻ മധുര വിഭവങ്ങളെ ആരാധനയോടെയാണ് മലയാളികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും അത്തരത്തിലുള്ള വിഭവങ്ങളാണ്. ഏതായാലും ഒരുമയുടെ ഉത്സവമായ ദീപാവലിയിൽ ദീപങ്ങളുടെ പ്രകാശവും പലഹാരങ്ങളുടെ മധുരവും ഏവരുടെയും മനസ്സിലെ കാലുഷ്യങ്ങൾ അകറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡ് കാരണമുണ്ടായ നിയന്ത്രണങ്ങൾക്ക് അയവ് വന്നതോടെ വിനോദസഞ്ചാര മേഖല പതിയെ ഉണർവിലേക്ക് കടക്കുകയാണ്. ഒപ്പം വിനോദസഞ്ചാരികളെ കാത്ത് ബേക്കൽ കോട്ടയും മുഖം മിനുക്കി ഒരുങ്ങിക്കഴിഞ്ഞു. ഇതോടെ ബേക്കൽ ടൂറിസം പദ്ധതി ആശ്രയിച്ച് കഴിയുന്നവരും പ്രതീക്ഷയിലാണ്. വിനോദസഞ്ചാര മേഖല സജീവമായതിനെ തുടർന്ന് മുഖം മിനുക്കി സഞ്ചാരികളെ കാത്ത് ബേക്കൽ കോട്ടയും ഒരുങ്ങിക്കഴിഞ്ഞു. കോവിഡ് കാരണം തകർന്നടിഞ്ഞ ബേക്കൽ ടൂറിസം പദ്ധതിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബേക്കൽ ഫോർട്ട് ടൂറിസം അധികൃതർ. സന്ദർശകരെ ആകർഷിക്കത്തക്ക വിധത്തിൽ കോട്ടയുടെ കവാടവും പാതകളും അലങ്കരിച്ച് സുന്ദരമാക്കി കഴിഞ്ഞു. ബേക്കൽ ടൂറിസം പദ്ധതിയെ ആശ്രയിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ നിരവധി പേരാണ് ഉപജീവനം നടത്തിവരുന്നത്. അപ്രതീക്ഷിതമായി എത്തിയ മഹാമാരി ഇവരുടെ ജീവിതോപാധി വഴിമുട്ടിക്കുകയായിരുന്നു. എന്നാൽ വിനോദസഞ്ചാര മേഖല പതിയെ ഉണർവിലേക്ക് കടക്കുമ്പോൾ ബേക്കൽ കോട്ടയും സജീവമാകുന്നതോടെ ഈ മേഖല ആശ്രയിച്ച് കഴിയുന്നവരുടെ ജീവിതവും തളിർക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡയബറ്റിസ് ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയ തായ്നേരിയിലെ KV കുഞ്ഞിക്കണ്ണന് പ്രവാസി K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രവാസി കൂട്ടായ്മ കൃത്രിമക്കാൽ നൽകി. C കൃഷ്ണൻ MLA കൃത്രിമക്കാൽ കൈമാറി. തായ്നേരി സ്വദേശിയും പ്രവാസിയുമായ KV സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് KV കുഞ്ഞിക്കണ്ണന് കൃത്രിമക്കാൽ നൽകിയത്. KV കുഞ്ഞിക്കണ്ണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ C കൃഷ്ണൻ MLA കൃത്രിമക്കാൽ കൈമാറി. TV അജയകുമാർ അധ്യക്ഷത വഹിച്ചു. പോതര കൃഷ്ണൻ, പ്രൊഫസർ ജനാർദ്ദനൻ, PV രമേശൻ, T സന്തോഷ്, KP ഗിരീശൻ, മണിലാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റി, CPM തായ്നേരി ഈസ്റ്റ് ബ്രാഞ്ച്, AKG നഗർ ബ്രാഞ്ച്, പ്രവാസി KV സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ തായ്നേരിയിലെ OP ഭാസ്കരന് കൃത്രിമക്കാൽ നൽകി. C കൃഷ്ണൻ MLA കൃത്രിമക്കാൽ കൈമാറി. ഘടകം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ പറയും സിലിക്കോൺ സ്ലീവ്. കൃത്രിമക്കാല് മുറിച്ചു കളഞ്ഞവർക്ക്, ഷുഗർ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഇത് മെയ്ഡ് ഇൻ USA ആണ്.
കൃത്രിമക്കാൽ കൈമാറ്റ ചടങ്ങിൽ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണൻ, പി കുഞ്ഞപ്പൻ, കെ രാഘവൻ, പോത്തേര കൃഷ്ണൻ, വി ബാബുരാജ്, മണിലാൽ, TV അജയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂളിന്റെ നേതൃത്വത്തിൽ LSS സ്കോളർഷിപ്പിന് അർഹരായ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം LP സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. M രാഘവൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. റോട്ടറി ഇന്ത്യ ലിറ്റററി മിഷന്റെ ഈ വർഷത്തെ നാഷണൽ ബിൽഡർ അവാർഡിന് അർഹനായ സ്കൂൾ ഹെഡ് മാസ്റ്റർ K വിജയനെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. LSS വിജയികളെ പ്രതിനിധീകരിച്ച് ദേവപ്രിയ ലോഹിതാക്ഷൻ ഉപഹാരം സ്വീകരിച്ചു. PTA പ്രസിഡന്റ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു. M രാഘവൻ, KV രാധാമണി, K സഹദേവൻ, K സുധാകരൻ, മാനേജ്മെന്റ് പ്രതിനിധി VP ദാമോദരൻ, മദർ PTA പ്രസിഡന്റ് VP മിനി, KV ദാമോദരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യോഗത്തോടനുബന്ധിച്ച് വാർഡ് മെമ്പറായിരുന്ന K സഹദേവന് യാത്രയയപ്പും നൽകി. കാലാവധി പൂർത്തിയാക്കിയ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരികളുടെ നേതാക്കൾ, പ്രതിനിധികൾ നിരവധി പേരാണ് ഈ ഭരണസമിതിയിലുള്ളത്. ആ കൂട്ടത്തിലെന്നും ചേംബറുമായി ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന ഞാൻ ചെയർമാനുമായി. മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ 5 കൊല്ലം P രാജീവൻ സ്വാഗതവും MK ബഷീർ നന്ദിയും പറഞ്ഞു. MB തിലകൻ, K ഖലീൽ, KV മനോരമ, ഗീത രമേശൻ, ഷാജി ഫോക്കസ്, V നന്ദകുമാർ, VP സതീശൻ, ബാബുരാജ് TP, മുഹമ്മദ് കുഞ്ഞി K, A മുരളീധരൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ഭാഗമായ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവർക്ക് യോഗ ടീച്ചർ ഡിപ്ലോമ കോഴ്സിലേക്ക് ലാറ്ററൽ എൻട്രിയായി പ്രവേശനം അനുവദിക്കുന്നു. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി നവംബർ 16. വിശദവിവരങ്ങൾക്ക് 9455789470 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കാൻ രാഹുൽ ഗാന്ധി കണ്ടോന്താറിലെത്തി. രാവിലെ 11 മണിയോടെ പ്രത്യേക വിമാനത്തിലാണ് രാഹുൽ കണ്ണൂരിലെത്തിയത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഹൊസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. സമാന രീതിയിലുള്ള തട്ടിപ്പ് പയ്യന്നൂരിലും. പയ്യന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമാൻ ഗോൾഡ് നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിച്ചെന്നാണ് പരാതി. നിക്ഷേപകർ പരാതിയുമായെത്തി അന്വേഷണം ഊർജിതമാക്കുമെന്ന് പോലീസ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയായി CMP നേതാവ് സുധീഷ് കടന്നപ്പള്ളി മത്സരിക്കും. രാമന്തളി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിലെ ട്രാഫിക് ബോർഡുകൾ കാടുമൂടി അപകടങ്ങൾ പതിവാകുന്നു. അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന പരാതി വ്യാപകമാകുന്നു. പഴയ ദേശീയപാതയിലെ പാലത്തര ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ MP രാജ്മോഹൻ ഉണ്ണിത്താന് നിവേദനം നൽകി. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തിൽ പ്രദേശവാസികളുടെ ദുരിതം MPയെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തകർ. കോവിഡിലും ദീപാവലിയെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. രുചിയേറും ദീപാവലി മധുര പലഹാരങ്ങളുമായി നഗരങ്ങളിലെ മധുര കടകളും ഒരുങ്ങിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.